അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ 10 നന്മകൾ അല്ലെങ്കിൽ 10 പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ 10 ശ്രേഷ്ഠതകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ്. ഈ നാം കടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ 10 നന്മകൾ അല്ലെങ്കിൽ 10 പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ 10 ശ്രേഷ്ഠതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദുൽഹിജ്ജ മാസം എന്നത് അല്ലാഹു ആദരിച്ച മാസമാണ്. നിശ്ചയമായും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അല്ലെങ്കിൽ അല്ലാഹു ആദരിച്ച മാസങ്ങളെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തഖ്വ നൽകും എന്നതാണ്. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു ഇഷ്ടമുള്ള വസ്തുക്കളെ ആദരിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകൂ എന്നതാണ്. അല്ലാഹു ആദരിച്ച 4 മാസങ്ങൾ കഴിഞ്ഞു പോയതും ആണ്. 1 ദുൽഖഅദ മാസമാണ്. 2 നിലവിൽ നിൽക്കുന്ന ദുൽഹിജ്ജ മാസമാണ്. 3 നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം മാസമാണ്. 4 റമളാനിന് മുമ്പായി വരുന്ന റജബ് മാസമാണ്. ഈ 4 മാസങ്ങൾ അല്ലാഹു ആദരിച്ചിരിക്കുന്ന ബഹുമാനിച്ചിരിക്കുന്ന മാസങ്ങളാണ്. ഈ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്താൽ, അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഒന്നും ചെയ്യാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. മഹാന്മാർ പറയുന്നു 10 നേട്ടങ്ങൾ ഉണ്ട്. അതിൽ 10 പ്രതിഫലങ്ങൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും എന്നതാണ്. ആ 10 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, അല്ലാഹു നമ്മുടെ ആയുസ്സിന് ബറക്കത്ത് നൽകും എന്നതാണ്. ആ മാസത്തിനെ ബഹുമാനിച്ചാൽ അല്ലെങ്കിൽ ആദരിച്ചാൽ അല്ലാഹു നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകും എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കുള്ള സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകും എന്നതാണ്. കുറച്ച് സമ്പത്താണ് ഉള്ളൂ എങ്കിലും അല്ലാഹു അതിൽ ബറക്കത്ത് നൽകിയാൽ അത് തന്നെ ധാരാളമാണ് അല്ലേ. അപ്പോൾ കുറച്ചുള്ളെങ്കിൽ പോലും അല്ലാഹു അതിൽ ബറക്കത്ത് നൽകും എന്നതാണ്. ഒരുപാട് ഉണ്ടാവണമെന്നൊന്നുമില്ല, കുറച്ചുണ്ടായാലും മതി. അപ്പോൾ അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ, ബറക്കത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നതാണ്. മൂന്നാമത്തത്, കുടുംബത്തിൽ അല്ലാഹു സംരക്ഷണം നൽകും എന്നതാണ്. 4 നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നതാണ്. 5 നമ്മൾ ചെറിയ രീതിയിലാണ് സ്വതക്ക കൊടുക്കുന്നത് എങ്കിൽ അത് അല്ലാഹു തആല, ഇപ്പോൾ 100 രൂപ കൊടുത്താൽ പോലും അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും എന്നതാണ്. എങ്ങനെ? ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ. 6 സക്കറാത്ത് എന്ന മരണസമയം എളുപ്പമാകും എന്നതാണ്. എപ്പോൾ മരിച്ചാലും നല്ല മരണത്തിന് വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം. 6ാമത്തത് പറഞ്ഞത് സക്കറാത്ത് എന്ന മരണസമയം, ആ സമയത്ത് മരണസമയം എളുപ്പമായി കിട്ടും എന്നതാണ്. 7ാമത്തത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് ഇരുട്ടെന്ന ഖബറിലേക്കാണ്. ആ ഖബറിൽ നാം വന്ന് കിടക്കുമ്പോൾ ആ ഖബറിൽ പ്രകാശം വേണമെങ്കിൽ, ഇരുട്ടെന്ന ഖബറിനുള്ളിൽ പ്രകാശം വേണമെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എന്നാൽ ആ ആളുകൾക്കാണ് ഖബറിൽ പ്രകാശം ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. 8ാമത്തേത്, മീസാൻ എന്ന തുലാസിൽ നമുക്ക് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും എന്നതാണ്. മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും എന്നതാണ്. എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പ്രതിഫലം കിട്ടുക? ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്കാണ്. അതേപോലെ തന്നെ 9ാമത്തതെന്ന് പറയുന്നത്, നരകത്തിലെ ഫിത്തനകൾ, നരകത്തിലെ ഫസാദുകളിൽ നിന്നും നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കും എന്നതാണ്. ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല അല്ലേ. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഖബർ അദാബിനെ തൊട്ട് അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഖബറിലെ അദാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അപ്പം ആ ഖബറിൽ നമുക്ക് സംരക്ഷണം, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നതാണ്. 10ാമത്തേത് സ്വർഗത്തിൽ കടക്കും എന്നതല്ല, സ്വർഗത്തിൽ കടന്നിട്ട് വലിയ പദവിയിലെത്തും എന്നതാണ്. സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, സ്വർഗത്തിൽ കടന്നതിന് ശേഷം അവനക്ക് അള്ളാഹു വലിയൊരു പദവി തന്നെ കൊടുക്കുകയും ചെയ്യും. എങ്ങനെ? ഈ ഒരു ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക്. ഇൻഷാ അള്ളാഹു നമുക്ക് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിജയങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ 10 പ്രതിഫലങ്ങളാണ് ഈ ഒരു മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, ഇബാദത്തുകളൊക്കെ ചെയ്യുക, തസ്ബീഹുകളൊക്കെ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈ ഒരു മാസം ധന്യമാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ.